കെ.പി.സി.സി പുനഃസംഘടനയിൽ അതൃപ്തിയുമായി കെ മുരളീധരനും കെ സുധാകരനും. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കെ.പി.സി.സി പുനഃസംഘടനയിൽ തർക്കം രൂക്ഷം. കെ മുരളീധരനും കെ സുധാകരനും നേതൃത്വത്തോട് അതൃപ്തി വ്യക്തമാക്കി. 6 പുതിയ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ ഉൾപ്പെടെ 77 ഭാരവാഹികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ജംബോ കമ്മിറ്റിയായിട്ടും പല വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നതാണ് പരാതി. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം. 3.25 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായിരുന്ന സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നീട് ഈ കേസിൽ പരോളിൽ ഇറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ വിജിലൻസ് കേസെടുത്തു. സഹകരണ ബാങ്കുകളെ മറയാക്കി MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിലാണ് നടപടി. IC ബാലകൃഷ്ണനെ ഏകപ്രതിയായി ചേർത്തുകൊണ്ട് വിജിലൻസ് FIR ഇട്ടു. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അബിൻ വർക്കിയെ ഒഴിവാക്കിയതിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അതൃപ്തി. അബിൻ വർക്കിയെ വെട്ടിയൊതുക്കിയെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർദിയോസ് കോറസ് പറഞ്ഞു. അബിൻ വർക്കി മികച്ച നേതാവാണ്, കേരളത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ബെയ്റ തുറമുഖത്തിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായവരിൽ കൊല്ലം സ്വദേശിയും തേവലക്കര നടുവിലക്കര ഗംഗയിൽ ശ്രീരാഗ് രാധാകൃഷ്ണനെയാണ് കാണാതായത്. സീക്വസ്റ്റ് എന്ന കപ്പലിലാണ് ശ്രീരാഗ് ജോലി ചെയ്തിരുന്നത്. ഡൽഹിയിലെ പാർലമെന്റിനടുത്തുള്ള ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. BD മാർഗിലെ ബഹുനില അപ്പാർട്ട്മെന്റുകളിലെ ഫ്ളാറ്റുകൾ രാജ്യസഭാ MPമാരുടേതാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തീയണയ്ക്കാൻ 2 ഡസനോളം അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് കൂട്ടമതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം റദ്ദാക്കി സുപ്രീം കോടതി. നിരപരാധികളായ പൗരന്മാരെ ഉപദ്രവിക്കാനുള്ള ഉപകരണമാകാൻ ക്രിമിനൽ നിയമത്തിന് കഴിയില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കിയത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇന്നലെയാണ് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് പോറ്റിയെ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാകും ചെന്നൈ, ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് നടത്തുക. പാക് ആക്രമണത്തിൽ 3 ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടെന്ന് അഫ്ഗാനിസ്ഥാൻ. ഉൾഗൂണിൽ നിന്ന് ഷഹാറാണയിലേക്കുള്ള യാത്രക്കിടെയാണ് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. പാകിസ്ഥാൻ അതിർത്തിയായ പാകതികയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.